മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മലാക്കി 2:17, ദ ബുക്ക് ഓഫ് മലാക്കി ചാപ്റ്റർ 2 വേഴ്സ് 17, വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് വരുത്തിയിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത്? തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കർത്താവിന്റെ മുൻപിൽ നല്ലവനാണ്, അവിടുന്ന് അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട് ദോഷം പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ലോകത്തിൽ നീതിയും സത്യവും പാലിക്കുന്നവൻ അവഗണിക്കപ്പെടുകയാണ്. ദൈവം ഇത് കണ്ട് നിശബ്ദനായിരിക്കുന്നു എന്താ എന്ന ചോദ്യം ഭക്തരെ പോലും അലട്ടാറുണ്ട്. ബാബിലോണിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിവന്ന ഇസ്രായേൽ ജനം ന്യായവും നീതിയും മുൻനിർത്തി ജീവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചു. ദൈവം അവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവരെ ശത്രുക്കൾ അധികം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കൃഷിനാശവും സംഭവിച്ചു. യാതൊരു നീതിബോധവും കൂടാതെ ജീവിക്കുന്നവർക്ക് അധികം സമൃദ്ധി ഉണ്ടാകുന്നതായും കണ്ടു. ഈ വിധ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ദൈവം ദോഷം പ്രവർത്തിക്കുന്നവർക്ക് എതിരല്ലെന്നവർ പറഞ്ഞു. ഇത് കേട്ട പ്രവാചകന്മാരവരെ ശാസിച്ചു. അവരുടെ വാക്കുകളാൽ ദൈവത്തെ മുഷിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. നാം നീതിപൂർവം ജീവിച്ചിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുകയും നീതിബോധമില്ലാതെ ജീവിച്ച് ധനം സമ്പാദിച്ചവർ നമ്മെ അപമാനിക്കുകയും ചെയ്യുവാൻ ഇടയായേക്കാം. നാം ഒരു കാരണവശാലും ദൈവം നീതി നടത്തുകയില്ല എന്ന് പറയുവാൻ തുനിയരുത്. ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും മുഴുവൻ ഇല്ലാതാകും. നീതിയുടെ സൂര്യനുദിക്കും. ദൈവത്തിന്റെ വലത്തും ഭയങ്കരവുമായ നാൾ വരും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ സന്തോഷത്തോടുകൂടി ഉദിക്കും എന്നീ വിധത്തിൽ പ്രവാചകൻ പറയുന്നു. അനീതിക്കെതിരായ ദൈവത്തിന് ന്യായവിധി ഉണ്ടാകും എന്ന് പ്രവാചകൻ തറപ്പിച്ചു പറഞ്ഞു. സ്വതന്ത്രനായ മനുഷ്യൻ അധർമ്മം പ്രവർത്തിക്കും. എന്നാൽ അവസാനം ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. നിരപരാധികളായ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൊല ചെയ്ത ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്തു. നാം ഒരിക്കലും നീതിമാനായ ദൈവത്തെ സംശയിക്കരുത്. ദൈവിക കോടതിയിലെ വിധിക്ക് കാലതാമസം വരാം, എന്നാൽ ഒരിക്കലും തെറ്റുപറ്റുകയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.